രാഷ്ട്രീയ നിരീക്ഷകൻ ജോർജ് പൊടിപ്പാറ ടെലിഫോണിൽ ചേരുകയാണ്. നമസ്കാരം സർ. ഈ പ്രഖ്യാപനം അതിങ്ങനെ വൈകുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എല്ലായിടത്തെയും ചർച്ചാ വിഷയം. ഈ ജനാധിപത്യത്തിൻ്റെ ഒരു ഭംഗിയാണ്, ഈ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ 3 പേരുകളിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനം ആർക്ക് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അത് തന്നെയല്ലേ ഇവിടെ ഇത്രയും വലിയൊരു വിവാദമാകുന്നത്. അതല്ല, ഒറ്റ പേരിൽ തന്നെ ഈ പ്രഖ്യാപനം വൈകുകയാണെങ്കിൽ പോലും ഇത്രത്തോളം വലിയൊരു വിവാദമാകുമെന്ന് തോന്നുന്നില്ലല്ലോ. ഇപ്പോ നീളുന്ന ഈ അനിശ്ചിതത്വത്തിന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ന്യായീകരണവും ഇല്ല. അതായത് ഒരു തീരുമാനം എടുക്കാൻ നേതൃത്വത്തിന് പല ഘടകങ്ങൾ പരിഗണിക്കേണ്ടി വരും. പക്ഷെ ഇത്രയും കൺസൾട്ടേഷൻസ് കഴിഞ്ഞതിന് ശേഷവും ഒരൊറ്റ പേരിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നതിനർത്ഥം അവർക്ക് ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് തന്നെയാണ്. നേതൃത്വം എന്ന് പറയുന്നത് 3 കണ്ടന്റേഴ്സും ഒരു പോസ്റ്റും, അതെല്ലാം അതാണല്ലോ ഇപ്പോൾ ഉള്ളത്. മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് ഒന്നിലേറെ ഇല്ല, ഒന്നേ ഉള്ളൂ. അതിൽ വളരെ ശക്തമായിട്ട് 3 മത്സരാർത്ഥികളുണ്ട്. ഇതിൽ 3 പേരും തൃപ്തിപ്പെടുത്തിക്കൊണ്ടൊരു ഫോർമുല കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ എന്തായാലും പാർട്ടിക്ക് ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. ആ തീരുമാനം എന്തായാലും അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിട്ടേ പറ്റുള്ളൂ. ഇതിങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകുമ്പോൾ ഒരു സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളെയും അവരുടെ ക്ഷമ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോ 7 ദിവസം, 8 ദിവസം, 9 ദിവസം, 10 ദിവസം ആവുന്നു. അപ്പൊ 10ാം ദിവസവും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. 10ാം ദിവസം ഈ 10 ദിവസത്തിനിടയിൽ എത്ര തലത്തില് 3-4 തലങ്ങളിൽ ചർച്ച നടന്നു. ഘടകകക്ഷികളുടെ അഭിപ്രായം തന്നെ മാറി മാറി ചോദിച്ച് അറിഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ നിരീക്ഷകർ വന്ന് കേരളത്തിൽ വന്ന് അഭിമതം അറിഞ്ഞ അല്ലെങ്കിൽ എന്താണ് അവരുടെ ഇഷ്ടം എന്നറിഞ്ഞ് ആ റിപ്പോർട്ട് ICCയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷവും പിന്നെയും ഒരിക്കലും അഭിപ്രായം പറഞ്ഞ ആളുകളെ തന്നെ മുൻ KPCC പ്രസിഡന്റുമാര്, വർക്കിംഗ് പ്രസിഡന്റുമാരെന്നൊക്കെ പറഞ്ഞ് വീണ്ടും വിളിച്ചു വരുത്തി അവരുമായിട്ട് സംസാരിച്ചു. ഇത് കഴിഞ്ഞ് ഇന്നലെ വൈകിട്ട് രാഹുൽ ഗാന്ധിയും ഖാർഗെയും തമ്മിൽ ICC പ്രസിഡന്റും തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ട്. അതിനുശേഷം തീരുമാനം പ്രഖ്യാപിക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടി എന്തായാലും പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ വൈകിട്ട് 5:30 ഒരു കൂടിക്കാഴ്ച ഉണ്ടാവും എന്നാണ് ഇപ്പൊ അറിയുന്നത്. ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത ഖാർഗെ രാഹുൽ കൂടിക്കാഴ്ച ഇന്ന് വൈകിട്ട് 5:30 ഒരു പക്ഷെ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു പ്രഖ്യാപനം ഉണ്ടായേക്കാം എന്ന് മാത്രമേ വിചാരിക്കാൻ പറ്റുള്ളൂ. ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറ്റില്ല. കാരണം അവർക്കിടയിൽ ഒരു കൺസെൻസസ് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അത് വീണ്ടും നീളാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഒരു നേതൃത്വം, ICC നേതൃത്വത്തിന്റെ ആ ഒരു ക്രെഡിബിലിറ്റി വല്ലാതെ പരീക്ഷിക്കപ്പെടുകയാണ്. ഘടകകക്ഷികളൊക്കെ വല്ലാതെ അസ്വസ്ഥരാണ്. ലീഗാവട്ടെ ഇന്ന് അടിയന്തര യോഗം ചേർന്ന് ഈ അവരാഗ്രഹിക്കുന്ന ആള് VD സതീശൻ അല്ല മുഖ്യമന്ത്രി എങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് തീരുമാനം എടുക്കാനുള്ള ഒരു ചുമതല അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം തങ്ങൾക്ക് കൊടുത്താണ് പാണക്കാട് തങ്ങൾക്ക് കൊടുത്തത് യോഗം പിരിയുക ചെയ്തത്. അപ്പൊ ആകെപ്പാടെ അതുപോലെ RSPയുടെ ബേബി ജോൺ വളരെ ശക്തമായിട്ട് ഇങ്ങനെ അല്ല പറയേണ്ടത് എങ്കിൽ പോലും വീണ്ടും ഒരുമിച്ച് പോകേണ്ടതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒതുങ്ങുകയാണോ ഒന്നും പറയുന്നില്ല എന്ന് പറയുന്നു. പ്രേമചന്ദ്രനാവട്ടെ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും അതിസമ്മർദ്ദം വരുന്നു. പല സ്ഥലത്തും ആകാംക്ഷ ഇങ്ങനെ ചെയ്ത് അതൊരു ഉദ്വേഗമായിട്ടും ആ ഉദ്വേഗം പ്രതിഷേധമായിട്ടും പരിഹാസമായിട്ടും ട്രോളായിട്ടും ഇങ്ങനെ പെയ്ത് ഇറങ്ങുകയാണ്. ഇതൊന്നും പക്ഷേ ഇവരെ ആരെയും ബാധിക്കുന്നില്ല. ഈ ഡൽഹിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇതൊന്നും അവരെ ബാധിക്കുന്നില്ല, ഇവിടുത്തെ നേതാക്കളെയും ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ള സംശയമാണ് വരുന്നത്. എന്തായാലും ഇത് വലിയ നിർഭാഗ്യകരമാണ് ഈ സാഹചര്യം. വലിയ കഷ്ടമാണെന്നേ പറയാൻ പറ്റുള്ളൂ. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പൊരിക്കലും കേരളം കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരാൾ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു സമൂഹത്തിൽ ഒരു വലിയ വിഭാഗം ആഗ്രഹിക്കുന്നതും അതിൽ ഇത്രമേൽ അനിശ്ചിതത്വം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ VSന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചപ്പോൾ കുറച്ച് പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് അതിനൊക്കെ എത്രയോ മടങ്ങ് അല്ലെങ്കിൽ അതിനൊക്കെ എത്രയോ അധികമാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ അനിശ്ചിതത്വവും അതിലപ്പുറമുള്ള പ്രതിഷേധവും ആകാംക്ഷയും എന്നൊക്കെ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. ഞാനൊക്കെ ഇപ്പൊ എത്രയോ അരനൂറ്റാണ്ടിലധികമായിട്ട് രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരു 10-40 വർഷമായിട്ട് ഈ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇങ്ങനെ ഒരു അനുഭവം ഇത് ആദ്യമാണ്. ഇത്രത്തോളം ജനങ്ങൾ ഒരാൾക്ക് പിന്നിൽ അണിനിരക്കുന്നു, ഇത്രത്തോളം ജനങ്ങൾ ഒരാൾക്ക് വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇത്രമാത്രം ഹൃദയവായ്പോടെ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ നമുക്ക് സാധാരണ മലയാളത്തിൽ പറയുന്ന പോലെ
നടാടെയുള്ള ഒരു അനുഭവമാണ്. നടാടെ എന്ന് പറഞ്ഞാൽ ഇതപര്യന്തം ഉണ്ടാകാത്തൊരു അനുഭവമാണ്. അപ്പൊ അതിനനുസരിച്ച് ഉയരാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് കഴിയുന്നില്ല. 102 സീറ്റുമായിട്ട് അത്യുജ്വല വിജയം സമ്മാനിച്ച ഒരു ജനതയോട് അവരുടെ പ്രതീക്ഷയ്ക്ക് ഉയർന്ന് അവരുടെ ആസ്പിറേഷൻസും പാഷൻസും എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഉയർന്നൊരു തീരുമാനം എടുക്കാൻ, അതും എത്രയും വേഗത്തിലെടുക്കാനുള്ള ഒരു ശേഷിയും അതുപോലെ തന്നെയുള്ള അതിനുള്ള ഒരു ഉത്തരവാദിത്വവും നേതൃത്വം കാണിക്കുന്നില്ല എന്ന് പറയുന്നത് വലിയ നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ജനങ്ങൾക്ക് എല്ലായിടത്തും വല്ലാത്ത വ്യാപകമായൊരു നിരാശ ഈ നേതൃത്വത്തെ സംബന്ധിച്ച് അവരുടെ മനസ്സിലുണ്ടായിരുന്ന സങ്കല്പങ്ങളൊക്കെ ഇപ്പൊ സോപ്പുകുമള പോലെ പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. കഷ്ടമാണ്. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായെങ്കിൽ എന്ന് ആളുകൾ ആഗ്രഹിക്കുകയാണ്. അത്രത്തോളം ഒന്ന് ഉണ്ടായാൽ മതി, എന്തെങ്കിലും ഒരു തീരുമാനം വരട്ടെ, പ്രതിഷേധിക്കാനാണെങ്കിൽ അതിനെങ്കിലും ഒരു അവസരം താ എന്ന മട്ടിലേക്ക് ആളുകളുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഇതിലെ ഈ പ്രതിഷേധങ്ങളൊക്കെ അതൊക്കെ വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ഫ്ലെക്സ് യുദ്ധമൊക്കെ അവസാനിപ്പിക്കണം എന്നൊക്കെ നേതാക്കൾ പറയുമ്പോൾ അതൊക്കെ നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനൊക്കെ ഉള്ളൊരു കളം ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. ഈ ദീപദാസ് മുൻഷിയൊക്കെ കേരളത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ കേരളത്തിലൊരു പ്രഖ്യാപനം അതിനുള്ളൊരു സാധ്യതയുണ്ടോ? അവരിപ്പോ കേരളത്തിലേക്ക് തിരക്കിട്ട് വരുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അവരോടൊപ്പം വർക്കിംഗ് പ്രസിഡന്റുമാർ 3 പേരും ഉണ്ടെന്നും പറയുന്നു. ദീപദാസ് മുൻഷി അവിടെ രാഹുൽ ഗാന്ധിയും ഖാർഗെയും കൂടെ ഒരു തീരുമാനം എടുത്തിട്ട് ദീപദാസ് മുൻഷി തിരുവനന്തപുരത്തെത്തി ഇന്ദിരാഭവനിൽ ഒരു പ്രഖ്യാപനം നടത്തുമോ? അങ്ങനെ ഊഹിക്കാനേ പറ്റുള്ളൂ. ഒന്നിനും വലിയൊരു ഉറപ്പും നമുക്ക് അത് രാഹുൽ ഗാന്ധിയോ ഖാർഗെയോ പ്രഖ്യാപിക്കേണ്ട ഒരു തീരുമാനം ദീപദാസ് മുൻഷിയെ കൊണ്ട് പ്രഖ്യാപിക്കുകയോ എനിക്ക് അറിഞ്ഞൂടാ. അവരല്ലത് പ്രഖ്യാപിക്കേണ്ടെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. പ്രത്യേകിച്ച് അവർ ബ്രാൻഡഡുമാണ്. അവര് KC പക്ഷത്താണ് എന്നുള്ള രീതിയിൽ അവർ ബ്രാൻഡ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ അവരിവിടെ വന്ന് ഒരു പ്രഖ്യാപനം നടത്തിയാൽ ഒരുപക്ഷെ അത് കൂടുതൽ പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധ്യത. എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ഈ രാത്രി എന്ത് സംഭവിക്കാം പ്രഖ്യാപനത്തിന് ശേഷം? എവിടെയൊക്കെ പ്രതിഷേധങ്ങൾ നടക്കും, എവിടെയൊക്കെ പ്രകടനങ്ങൾ നടക്കും, എവിടെയൊക്കെ ആ പ്രകടനം അക്രമാസക്തമാവും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒത്തിരി ഉണ്ട്. വലിയ ആകാംക്ഷയും വലിയ ഉദ്വേഗമാണ്, വലിയ സസ്പെൻസ് ആണ് ഇപ്പൊ നിലനിൽക്കുന്നത്. ആര് വരും എന്നുള്ള കാര്യത്തിൽ വലിയ ആകാംക്ഷ, ആര് വരില്ല എന്ന കാര്യത്തിൽ വലിയ ഉദ്വേഗം. ഇനി അവരാഗ്രഹിക്കുന്നവർ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചുള്ള ചില കടുത്ത തീരുമാനങ്ങൾ, പ്രിപ്പറേഷൻസ് എല്ലാം കൂടി കേരള രാഷ്ട്രീയം ഇന്നുവരെ കാണാത്ത വലിയ നാടകങ്ങൾക്കാണ് നമ്മൾ ഈ രാത്രി ഒരുപക്ഷെ തീരുമാനം വന്നതിന് ശേഷം കാണാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പായിട്ടും കേരളം വലിയൊരു പ്രതിഷേധത്തിലേക്ക് കടക്കാതിരിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തട്ടെ എന്ന് തന്നെ നമുക്കും ആഗ്രഹിക്കാം. വളരെ നന്ദി ശ്രീ സർ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.